ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പ്രവർത്തനം രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രചോദനം പകരുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുകൾ സന്ദർശിച്ചുള്ള എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കിഫ്ബി രജത ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 28,300 കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ 2 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ശ്രീചിത്ര പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ശ്രീചിത്ര പ്രചോദനം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു. I was informed that Chitra heart valve has been implanted in nearly 2 lakh patients. How many people would believe that a government institution has done this remarkable achievement? We always believe only private people can do. I am not blaming private people. Government also can do if they are properly motivated. That is what you are proving. You are a great inspiration to the entire government organization all over the country. സ്വയം പര്യാപ്തതയിലൂന്നി ജനക്ഷേമത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി KN ബാലഗോപാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെയും മെഡിക്കൽ രംഗത്തെ ഗവേഷണ പുരോഗതികളുടെയും പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ശ്രീചിത്രയിലെ ടൈമെഡ് ഇൻക്യുബേഷൻ സെന്ററിൽ വികസിപ്പിച്ച ബയോമെഡിക്കൽ ഉപകരണങ്ങൾ, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. രാവിലെ 8 മുതൽ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം വൈകുന്നേരം 5:30 വരെ തുടരും. ശംഖുമുഖം, വലിയതുറ, പൊന്നറ, കല്ലുംമൂട്, ഈഞ്ചക്കൽ, അനന്തപുരി ആശുപത്രി, മിത്രാനന്തപുരം, SP ഫോർട്ട്, ശ്രീകണ്ഠേശ്വരം പാർക്ക്, തകരപ്പറമ്പ് മേൽപ്പാലം, ചൂരക്കാട്ടുപാളയം, തമ്പാനൂർ ഫ്ളൈ ഓവർ, തൈക്കാട്, വഴുതക്കാട്, വെള്ളയമ്പലം, കവടിയാർ റോഡിലും, കുറവൻകോണം, മരപ്പാലം, പട്ടം, പൊട്ടക്കുഴി, മുറിഞ്ഞപാലം, കുമാരപുരം, മെഡിക്കൽ കോളേജ് ഫ്ളൈ ഓവർ, ശ്രീചിത്ര റോഡിലുമാണ് ഗതാഗത നിയന്ത്രണം. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലും സമീപമുള്ള ഇട റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് നിർദ്ദേശം. 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് BLOമാർ വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്ന നടപടി ഇന്ന് ആരംഭിച്ചു. അടുത്ത മാസം 4 മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണം. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8 മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നും നാളെയും അവസരം ലഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കാണ് ഇന്നും നാളെയും പേര് ചേർക്കാൻ അവസരം ലഭിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള അപേക്ഷകൾ പരിഗണിച്ച് നവംബർ 14 സപ്ലിമെന്ററി പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കും. ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് കോർപ്പറേഷൻ ന്യൂ സെൻട്രൽ മാർക്കറ്റിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും മാർക്കറ്റുകളുടെയും വികസനത്തിൽ കേരളം മുന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തോടൊപ്പം അടിസ്ഥാന സൌകര്യ വികസനമാണ് സർക്കാരിന്റെ മുൻഗണനയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 1,23,274 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് മാർക്കറ്റ് നിർമ്മിക്കുന്നത്. കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി സ്മരണികയും മലയാളം മാസികയും ബോട്ട് സോഫ്റ്റ്വെയറും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പദ്ധതി നിർവഹണ ഏജൻസികൾ, കരാറുകാർ, മത്സര വിജയികൾ തുടങ്ങിയവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും.
28,300 കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വൈകുന്നേരം തിരുവനന്തപുരം പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ പ്രഖ്യാപിച്ച ചലച്ചിത്ര പുരസ്കാരങ്ങൾ സംബന്ധിച്ച് യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളുടെ ചിത്രത്തിന് ഇത്തവണ പരിഗണന നൽകിയിരുന്നു. 2 സിനിമകൾ അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നെങ്കിലും അവാർഡ് നൽകാൻ പാകത്തിലേക്ക് അവ എത്തിയില്ലെന്നാണ് ജൂറി വിലയിരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷം കുട്ടികൾക്ക് അവാർഡ് ഉണ്ടാകുമെന്നും ശ്രീ സജി ചെറിയാൻ അറിയിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ മെഗാ ക്യൂസ് മത്സരമായ തിങ്ക് 2025 ഇന്നും നാളെയും നാവിക അക്കാദമിയിൽ നടക്കും. മഹാസാഗർ എന്ന പേരിലാണ് മത്സരം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ക്യൂസ് മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്നത്തെ സെമിഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുക. ഫൈനൽ നാളെ നടക്കും. കൌമാരക്കാർക്ക് വഴികാട്ടാൻ കാസർഗോഡ് ജില്ലയിൽ ഋഥം പദ്ധതി വരുന്നു. വിദ്യാർത്ഥികൾക്കായി സമഗ്ര ആരോഗ്യ വ്യക്തിത്വ വികസനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ കൌമാരക്കാരായ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ബോധവൽക്കരണവും ശാസ്ത്രീയ പിന്തുണയും നൽകാനാണ് റിഥം പദ്ധതി രൂപം കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് കൌൺസിലിംഗ്, വൈദ്യസഹായം തുടങ്ങിയ പിന്തുണകൾ നൽകുകയും ജില്ലയിൽ നിലവിലുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത്. സഹായം ആവശ്യമുള്ള കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്ക് വിവിധ അധികാര കേന്ദ്രങ്ങളുടെയും സംവിധാനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനും ഈ പദ്ധതി വഴി സാധ്യമാകും. 4ാമത് ആഗോള മറൈൻ സിമ്പോസിയം മീക്കോസിന് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമായി. സമുദ്ര ആവാസ വ്യവസ്ഥ, മത്സ്യബന്ധനം, അക്വാകൾച്ചർ എന്നീ രംഗങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാകും. സർദാർ അറ്റ് 150 ഏകതാ പദയാത്രയുടെ ഭാഗമായി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും പദയാത്ര സംഘടിപ്പിച്ചു. പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്ര VK ശ്രീകണ്ഠൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. NSS, NCC വിദ്യാർത്ഥികളും യുവജന ക്ലബ്ബ് പ്രതിനിധികളും അണിചേർന്നു. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ 2 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ആദ്യഘട്ടം ഡിസംബർ 20 മുതൽ 2026 ജനുവരി 6 വരെയും രണ്ടാം ഘട്ടം 2026 ഏപ്രിൽ 20 മുതൽ മെയ് 10 വരെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫിഡെ വേൾഡ് കപ്പിന്റെ 2ാം റൌണ്ടിൽ പ്രവേശിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരായ നാരായണൻ SLും ദീപ്തായൻ ഘോഷും. റൌണ്ട് 1 ടൈ ബ്രേക്കിന്റെ 2ാം ഘട്ടത്തിൽ ഇന്ത്യയുടെ അരോണ്യക് ഘോഷ് വിജയം നേടി. 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 കളിക്കാരാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ആരോഗ്യമേഖലയിലെ GST ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്തെ പൌരന്മാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ. 33 ജീവൻരക്ഷാ മരുന്നുകളുടെ നികുതി ഒഴിവാക്കി. അവശ്യ മരുന്നുകളുടെ GST 12% നിന്നും 5% കുറച്ചു. വിവിധ മെഡിക്കൽ ഉപകരണങ്ങളുടെ GSTയും 5% കുറച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 239 പോയിന്റ് താഴ്ന്ന് 83,739-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 25,679-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 11,225 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 89,800 രൂപയുമാണ് ഇന്നത്തെ വില. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു. ബാലമുരുകൻ എന്ന തടവുകാരനാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. തമിഴ്നാട് വിരുദനഗർ കോടതിയിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് വിയൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് രക്ഷപ്പെട്ടത്. കവർച്ച, കൊലപാതക ശ്രമം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതി മന്ത്രി K. കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന രാജ്യത്തെ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പാലക്കുഴിയിലേതെന്ന് മന്ത്രി പറഞ്ഞു. 19.9 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി വയനാട് മണിയങ്കോട് ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർമ്മിച്ച ഇടത്താവളം ഇന്ന് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. 2 നിലകളിലായി വിരി ബ്ലോക്ക്, അന്നദാന മണ്ഡപം എന്നിവയാണ് ഇടത്താവളത്തിൽ പൂർത്തിയാക്കിയത്. 500ഓളം തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും ഒരേ സമയം 250 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട്. 500 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യം ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാധുനിക സൌകര്യത്തോടെയുള്ള പത്തനംതിട്ട ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 3 നിലകളിലായാണ് ലാബ് ആധുനികവൽക്കരിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പ്രവർത്തനം രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രചോദനം പകരുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുകൾ സന്ദർശിച്ചുള്ള എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു. കേരളത്തിൽ ഫിഷറീസ് രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കിഫ്ബി രജത ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 28,300 കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ 2 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.